അയ്യേ സുഖമില്ല കേട്ടോ അമ്മൂന് ഭയങ്കര ക്ഷീണമാണ് അത്ര. ഇനി സ്കൂളിൽ പോയി എങ്ങനെ ക്ലാസ് എടുക്കും അങ്ങനെ ക്ഷീണമായാല്? സാമ്പാർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാവയ്ക്ക ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒന്ന് വറ്റണം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ത്രില്ലിലാണ് പോണത്. കാരണം ഈ മാസത്തോട് കൂടിയിട്ട് സ്കൂൾ അടയ്ക്കുമല്ലോ. പിന്നെ 2 മാസം ലീവാണല്ലോ വാവക്കുട്ടിക്ക്. അമ്മൂന് 1 മാസം ലീവ് ഉണ്ടാവും എങ്ങനെ പോയാലും. 2-3 ആഴ്ച എന്തായാലും ലീവ് കിട്ടും. എല്ലാവരും ത്രില്ലിലാണ്. ദേ വരുന്നു വാവക്കുട്ടി. വേഗം വാ പോണ്ടേ നമുക്ക്. അമ്മ സുന്ദരിക്കുട്ടിയായല്ലോ. വാവ സുന്ദരിക്കുട്ടി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അയ്യേ സുഖമില്ല കേട്ടോ അമ്മൂന് ഭയങ്കര ക്ഷീണമാണ് അത്ര. ഇനി സ്കൂളിൽ പോയി എങ്ങനെ ക്ലാസ് എടുക്കും അങ്ങനെ ക്ഷീണമായാല്? ഓ എക്സാം ആയല്ലോ അല്ലേ. ആ സുന്ദരിക്കുട്ടിയായല്ലോ. തലയിൽ ചെമ്പരത്തിപ്പൂ. അച്ഛനിനി റോട്ടിലുള്ളതൊന്നും കാണൂലല്ലോ. എന്തായാലും ഒരു സാമ്പാർ ഉണ്ടാക്കണം. അത്യാവശ്യം പച്ചക്കറിയൊക്കെ എന്തായാലും മേടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പം 12:15 ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം എന്ന് എഴുതിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് ഇതുവരെ കമ്പ്യൂട്ടറിൻ്റെ മുകളിലായിരുന്നു. അല്ലറ ചില്ലറ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞിട്ടില്ല, എന്നോ നാളായിട്ട് അത് അയച്ചു കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പാർ ഉണ്ടാക്കണം. ഇവിടെ അതേ കയ്പൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. നാളെ കുട്ടിക്ക് അമ്മയ്ക്കും കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. 2-3 ദിവസമായിട്ട് വർക്ക് കാര്യങ്ങളോ തിരക്കോ മടിയോ എന്തൊക്കെയോ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ. അമ്മ ഇതൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഉപ്പേരി സാധനങ്ങളെല്ലാതും ഇഞ്ചി, വെളുത്തുള്ളി, പരിപ്പ്, സവോള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി തുടങ്ങണം. ഇത് അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ്. പപ്പടം പോലെ ഇരിക്കുന്ന സാധനം. ഇത് വറക്കണം. ഓക്കെ, അതേ നമ്മൾ ഈ ചക്കപ്പപ്പടം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പ് സാധനമാണ്. എന്താണെന്നിപ്പോൾ എനിക്കും അറിയില്ല. അത് എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ പപ്പടം പോലെ ഇരിക്കും. കണ്ടായിട്ട് ഷേപ്പ് കൊണ്ട് അങ്ങനെ ഉണ്ട്. സാമ്പാർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാവയ്ക്ക ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒന്ന് വറ്റണം. എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇപ്പം റെഡിയാക്കി തിന്നാട്ടാ. 1:15 വിശക്കാൻ തുടങ്ങിയില്ലേ. 2 മണിയാവാറായി. ഇപ്പോഴാണ് കഴിക്കാൻ പോണത്. ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ചോറുണ്ട്, ചെറുപയർ ഉപ്പേരിയുണ്ട്, 2 കൊണ്ടാട്ടമുളകുണ്ട്, കായ്പക്ക ഉപ്പേരിയുണ്ട്, സാമ്പാറുണ്ട്. ഇതെന്താ അപ്പളം എന്ന് പറയും ഇവിടെ. അതായത് എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കുന്ന സാധനങ്ങൾ. ഇങ്ങനത്തെ പല പല ഷേപ്പിൽ ഇവിടെ ഇറങ്ങും. ഈ വാട്ടത്തിൽ, ചതുരത്തിൽ, ഓട്ടമുള്ള മോഡല്, അച്ചപ്പത്തിൻ്റെ ഒക്കെ മോഡലിൽ ഇറങ്ങും. ഇതിനൊക്കെ ഇവിടെ ഒറ്റ പേരേ ഉള്ളൂ, അപ്പളം. അപ്പളം എന്നാണ് ഇതിന് പൊതുവെ പറയാറ്. എങ്ങനെയുണ്ട് സാമ്പാർ? നന്നായിട്ടോ? ഉപ്പ്, എരിവ്, പുളി കുഴപ്പമുണ്ടോ? അപ്പോൾ ഇന്നുണ്ടാക്കിയ സാമ്പാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മോശമൊന്നും പറയാനില്ല. ഇച്ചിരി കൊഴുപ്പ് കുറവുണ്ട്. കാരണം പരിപ്പിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. കാരണം പരിപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ വയറ് പണി തരും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ വർക്കിലേക്ക് തിരിയണം. പഞ്ചാബിൽ നിന്ന് ഒരു വർക്ക് വന്നിട്ടുണ്ട്. ആ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പഞ്ചാബ് ക്ലൈൻറ്റ്. മൂപ്പരുടെ വർക്കാണിത്. നമ്മൾ ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. ചണ്ഡീഗറാണ്. ഏകദേശം ഇപ്പോൾ 3:30 മണി നേരമായി. അത്യാവശ്യം വർക്കൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മൊത്തമായിട്ട് വർക്ക് അയച്ചു കൊടുക്കണം. ഇനി ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം. രാത്രി കുട്ടി ഒച്ചപ്പാടും ബഹളും വർത്താനം പറച്ചിലൊക്കെ ആയിട്ട് രാത്രി ഒരു 3-4 വട്ടം ഉണർന്നു. അമ്മൂന് ഇടയ്ക്ക് ഉണർന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഉറക്കത്തിലേക്ക് തന്നെ പോകാനും പറ്റും, നോർമലായിട്ട് എണീക്കാനും പറ്റും. എനിക്കത് പറ്റണില്ല. ഒരു തവണ ഇൻട്രപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം പോയി. പിന്നെ തിരിച്ച് അതുപോലെ ഒന്ന് സെറ്റായി കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പകൽ ഉറക്കം വന്നുകൊണ്ടിരിക്കും. ഒരു 1/2 മണിക്കൂർ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുകയും ചെയ്യും, ഒക്കെ നോർമലാവുകയും ചെയ്യും. ഇപ്പോൾ 4:15 ഒരു 1/2 മണിക്കൂറോളം ഒന്ന് ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് മയങ്ങി. ആ ക്ഷീണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വൈഫിനെയും കുട്ടീനെയും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാറായി. നേരെ പോവുകയാണ് സ്കൂളിലേക്ക്. ഇപ്പോൾ 4:30 എത്തേണ്ടതാ, 4:45. ഭാഗ്യത്തിന് എന്തായാലും അവർ വന്ന് വെയിറ്റ് ചെയ്യുന്നില്ല. ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിപ്പോൾ വായിലേക്കണതൊക്കെ കേൾക്കേണ്ടി വന്നേനെ. ഇന്നിനിപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോയെന്നാവോ, എനിക്കറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നേരം വഴുകും, ഞാൻ വന്നത് വേസ്റ്റാവും. ഇത്രയും നേരത്തെ വരേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ.
കറക്റ്റ് 6:25 ആയപ്പോഴേക്ക് വീട്ടിലെത്തി. ഒരു കാലത്ത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്ന സീരിയലായിരിക്കും ഇത്, ഉപ്പും മുളകും. ഇത് ഉപ്പും മുളകിന്റെ ഒരു ഫാന്. ഇയാൾ ഉപ്പും മുളകിന്റെ ഫാനാണോ? കുട്ടിക്ക് കുറച്ച് വാട്ടർമെലൻ കൊടുക്കണേ. പക്ഷെ ആ മെയിൻ ക്യാരക്ടേഴ്സ് രണ്ടും ഇല്ലല്ലോ, ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ. അടിച്ച് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഓരോന്ന് വഴിക്ക് കുറച്ച് പച്ചമാങ്ങ മേടിച്ചു. ഇത് ഉപ്പിട്ട് കൂട്ടി തിന്നാൻ രസം ഉണ്ടാവും. വാവക്കുട്ടിയും കുറച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഉപ്പിട്ട് മുളകിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അവള് കഴിക്കായിരിക്കൂലേ? എന്നിട്ട് ഇത്തിരി വെള്ളം കൊടുക്കാം. അവളുടെ അപ്പ പ്രശ്നം അതോട് കൂടി ശരിയാകും. നമ്മളെ ഫീല് വന്ന് പറഞ്ഞ അപ്പൊ ഇതിൽ പറഞ്ഞോളൂ. ഞാന്റെ ഫീൽ എനിക്കറിയാം. അയാൾക്ക് ഇനി കുട്ടീനെ പഠിപ്പിക്കാൻ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ പോരട്ടെ. അപ്പൊ നമ്മള് സ്റ്റക്ക് ആവും. ഇതിപ്പോ എന്താ നടക്കണം? അല്ല, ഇയാൾക്ക് പഠിപ്പിക്കാൻ നേരം കിട്ടില്ല. ശരിയാണ്. സാറ്റർഡേ സൺഡേ ആയിട്ട് ഇയാൾക്ക് കല്യാണത്തിന്റെ ഫംഗ്ഷന് പോകണം. കാരണം ഇയാളുടെ അനിയന്റെ കല്യാണമാണ്. സൺഡേ കല്യാണം, സാറ്റർഡേ അവളുടെ ഗ്രാജുവേഷൻ. അതിന് മുന്നേ ആണ് പഠിപ്പിക്കേണ്ടത്. മൺഡേ അവളുടെ പരീക്ഷ. മൺഡേ ആണ് അവളുടെ എക്സാം. മൺഡേ തുടങ്ങി വെനസ്ഡേ തീരും. 3 ദിവസം. 4-ാം തീയതി അല്ല 2-ാം തീയതി തീരും അവളുടെ പരീക്ഷ. തിങ്കളാഴ്ചത്തെ പരീക്ഷ ഇപ്പൊ തുടങ്ങണം. എവിടെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഇപ്പൊ. കളിക്കാണോ? എന്തിനാ തീർത്ത് കളിക്കണേ? വേറെ ഒന്നും കളിക്കാൻ കിട്ടിയിട്ടില്ലേ? പഠിക്കാൻ പോവാ. എന്തൊക്കെ ഇവിടെ കിടക്കണ്ടല്ലോ. ഇയാളുടെ കമ്മലാണല്ലോ ടീച്ചർ. അതിപ്പോ കാൽമ കുത്തിയാനല്ലോ. കുട്ടിക്ക് പരീക്ഷ പഠിക്കണ്ടേ? പഠിക്കണ്ടേ? ഓ എന്തൊരു പറയാണ്. മരുന്ന് കഴിച്ചിട്ട് മാറണില്ലല്ലോ. വാവേ, റൂമിനകത്ത് മൊത്തത്തിലൊരു മണം ഉണ്ടല്ലോ. പഠിപ്പിക്കോ? ഇതല്ലേ പുറത്തേക്കുള്ള ഡോറ്? റൂം പുറത്തേക്ക് ഇറങ്ങല്ലേ? കുട്ടിയുടെ അച്ഛനല്ലേ ഒന്ന് പഠിപ്പിക്കാലോ. അങ്ങനെയുള്ള പുതിയ വിവരമൊക്കെ എനിക്കുണ്ടോ? ഒരു ടീച്ചറുടെ അത്ര ബുദ്ധിയൊക്കെ അച്ഛനുണ്ടോ? പറയും. പഠിപ്പിക്കാനാണല്ലോ ഇപ്പൊ ടീച്ചറിന്റെ ബുദ്ധിയും കണക്ക് പിള്ളേരുടെ ബുദ്ധിയും. അച്ഛന് ക്ലാസ് എടുക്കാൻ അറിയത്തില്ല വാവേ. നാട്ടുകാരടുത്തേ തക്കതിമി കാണിക്കാനേ അറിയുള്ളൂ. സ്വന്തം കുട്ടിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല. അച്ഛന് അതിനുള്ള ബുദ്ധിയും വിവരമൊന്നും ഇല്ല വാവേ. അറിയോ? അച്ചടോ വലിയ വാവ് വരുന്നുണ്ടല്ലോ. അവിടെ കൊലസേ പാദസരം കൊണ്ടിട്ടേ വാവ് ആയതാ. പാവട്ടോ, ഇച്ചിരി വേദന ഉണ്ടാവും ചെത്തുമണിക്ക്. അപ്പൊ എന്തിനാ അങ്ങനെ വെച്ചോണ്ടിരുന്നത്? എന്നിട്ടില്ലേ വാവ് പോയത്? അങ്ങോട്ടും കിടക്കൊന്ന് നീക്കണ്ടേ? അച്ഛൻ പറയില്ലേ വേനക്കുമ്പോ അങ്ങോട്ടൊക്കെ നീക്കിടണം. സോക്സ് ഇടുകയാണെങ്കിൽ അങ്ങോട്ടും കിടക്കം നീക്കിയിടണമെന്ന്. അങ്ങനെ അവ സോക്സ് ഒക്കെ ഇട്ടിട്ട് ഊരിട്ടിട്ടല്ലേ ഇരുന്നേ? പിന്നെ എങ്ങനെയായി? ടീച്ചർ വന്നിരിക്കുന്നു. പഠിക്കാൻ എത്രയും സന്തോഷോ. ഇത്രയ്ക്ക് നല്ല കുട്ടിയോ? ഇവളും നല്ല കുട്ടിയോ? പഠിച്ച് വലിയ ആളാണ്. വ്ളോഗ് എന്ത് ചെയ്യാണ്? ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ മറ്റേ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.